വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. സ്വഹാബിമാരുടെ ഖബർ 1350 വർഷത്തിന് ശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പൊളിക്കേണ്ടി വരികയും ആ ഖബറിനുള്ളിൽ കണ്ട അത്ഭുതങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. ഒരുപക്ഷെ നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കുമായിട്ടാണ് നിങ്ങളത് കാണുന്നതെങ്കിൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. ഈമാൻ്റെ കൽബോട് കൂടി വീഡിയോ കാണാനും കേൾക്കാനും നിങ്ങൾക്ക് തൗഫീക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സംഭവം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകും. കാരണം ഇത് തെളിവുകളുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയൊരു കാര്യമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഇറാഖിലാണ് സംഭവം. 1932 കാലഘട്ടം. അന്ന് ഇറാഖ് ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയുണ്ട്, ഫൈസൽ രണ്ടാമൻ. ആ ഒരു ഭരണാധികാരിയുടെ കാലത്ത് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാൻ സ്വഹാബിയാണ്, ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് സ്വപ്നത്തിൽ ഒരാൾ വരികയാണ്. വന്നിട്ട് പറയാണ്, ഞങ്ങൾ ഖബറടക്കിയൊരു ഭാഗത്ത് വെള്ളം വന്ന് നിറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഖബറൊന്ന് മാറ്റി സ്ഥാപിക്കണം എന്നായിരുന്നു ആ സ്വപ്നം. ഫൈസൽ രാജാവ് സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. പക്ഷേ അദ്ദേഹം അത് കാര്യമാക്കിയില്ല. അദ്ദേഹം ആ സ്വപ്നം കാര്യമാക്കാതെ വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു. ഈ സ്വപ്നം 3 തവണ ആവർത്തിച്ചു. അതോടുകൂടി അദ്ദേഹം വലിയ പരിഭ്രാന്തനായി. ഈ സ്വപ്നത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ അന്നത്തെ ഇറാഖിലെ ഗ്രാൻഡ് മുഫ്തിയായ വളരെ വലിയൊരു മതപണ്ഡിതനോട് ഈ കാര്യം പങ്കുവച്ചപ്പോൾ അദ്ദേഹം ഞെട്ടലോടൊരു കാര്യം പറഞ്ഞു, ഞാനും ഈ സ്വപ്നം കണ്ടിരുന്നു. ഈ സ്വപ്നം കണ്ടതിന് ശേഷം പ്രധാനമന്ത്രി ഈ വിവരം ഞാൻ അറിയിച്ചതാണ്. അത് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു എന്നൊരു സ്വഹാബി വറ്റം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ജാബിർ റളിയല്ലാഹു അൻഹു എന്ന മറ്റൊരു സ്വഹാബിയുടെ കൂടി ഖബറുണ്ട്. ആ 2 ഖബറിലേക്കും വെള്ളം വരുന്നുണ്ട്. ആ ഖബർ അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന് ഞാനും സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നം കണ്ട് ഞാനത് പ്രധാനമന്ത്രിയെ ഉണർത്തിയതാണ്. അദ്ദേഹത്തിനോട് നിങ്ങളോട് വന്ന് പറയാൻ വല്ലാത്തൊരു ഭയം, അതുകൊണ്ട് അദ്ദേഹം പറയാതിരുന്നതാണ്. ഈ സ്വപ്നത്തിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് പരിശോധിക്കണം. അതായത് ടൈഗ്രീസ് നദിയോട് ചേർന്നുള്ള കൈവഴികളുണ്ട്. ആ കൈവഴികളുടെ ഭാഗത്തായിരുന്നു ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു എന്ന മഹാസ്വഹാബിമാരുടെയും ഖബറുകൾ. സ്വപ്നത്തിൽ പറഞ്ഞ കാര്യം ശരിയാണെന്നും അത് സ്വഹാബിമാർ തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലായപ്പോൾ ഈ ഖബർ തുറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അന്നത്തെ ഇറാഖി ഭരണകൂടം മതപണ്ഡിതന്മാരും മറ്റെല്ലാവരുമായി കൂടിയാലോചിച്ചു. അതിനൊരു സമയം നിശ്ചയിച്ചു. ഒരു ദുൽഹിജ്ജ 10-നായിരുന്നു സമയം നിശ്ചയിച്ചത്. ഇതറിഞ്ഞ സൗദിയിലെ ഭരണകൂടം, അതോടൊപ്പം തൊട്ടടുത്തുള്ള തുർക്കി, ഇങ്ങനെ വിവിധ മുസ്ലിം രാജ്യങ്ങൾ മുഴുവനും ഇതിന് സംഭവം സാക്ഷിയാകാൻ വേണ്ടി ഹജ്ജിൻ്റെ സമയം ഒന്ന് കഴിഞ്ഞിട്ടാകാം ഈ തുറക്കലെന്ന് തീരുമാനിച്ചു. അങ്ങനെ ദുൽഹിജ്ജ 10-ൻ്റെ ദിവസം മാറ്റി വെച്ചിട്ട് ഹജ്ജ് കഴിഞ്ഞ് തീർത്ഥാടകരൊക്കെ വരുന്നൊരു സമയം വെച്ചിട്ട് അന്ന് അവിടുത്തെ ഭരണാധികാരികൾ, അവിടുത്തെ രാജാവിൻ്റെ പ്രതിനിധികൾ, രാജാവടക്കം ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ള ആളുകളൊക്കെ സന്നിഹിതരായിട്ട് 1350 വർഷങ്ങൾക്ക് മുൻപ് ഖബറടക്കിയ 2 പ്രമുഖ സ്വഹാബിമാരുടെ ഖബർ തുറന്നപ്പോൾ ഉള്ളൊരു അത്ഭുതം, മാഷാ അല്ലാഹ്, കസ്തൂരിയുടെ സുഗന്ധം. ആ ഒരു കഫംപുടക്ക് പോലും ഒരു കേടുപാട് പോലും പറ്റിയിട്ടില്ല, മണ്ണ് പോലും പറ്റാത്ത രീതിയിൽ. ഇപ്പം ഇന്ന് ആ മണിക്കൂറുകൾക്ക് മുൻപ് ഖബറടക്കിയാൽ എങ്ങനെയുണ്ടാകും, അതേ ഒരവസ്ഥയിലായിരുന്നു ആ ഖബറിലുള്ള ആളുകൾ എന്നുള്ളതാണ്. ഇതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ അന്നത്തെ മാധ്യമങ്ങളിൽ വന്ന കാര്യമാണ്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഇതൊക്കെ ഇപ്പോൾ പറയേണ്ടതുണ്ടോ? ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് തള്ളുന്നത്? നീ ഏതാ സാധനം? നീ സുന്നിയാണോ? നീ ഖബർ പൂജക്കാണ്? ഇങ്ങനെയൊക്കെ വിളിച്ചെന്നെ ആക്ഷേപിച്ചോളൂ. നിങ്ങൾ ഇന്നത്തെ കാലത്താണ് മൂസാ നബി എങ്കിൽ നിങ്ങൾ കടലിൽ പിളർന്നത് വിശ്വസിക്കില്ല. അതേപോലെ സുലൈമാൻ നബി ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരെണ്ണം വിശ്വസിക്കോ? ഈ പറയുന്ന ആളുകൾ അതൊക്കെ തള്ളിക്കളയും. അത്ഭുതങ്ങൾ, ഒരു പാറയുടെ മേലിൽ നിന്ന് ഒട്ടകണ്ടായി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏത് യുക്തി കൊണ്ടാണ് നിങ്ങൾ അളക്കുക? എന്നാൽ സ്വാലിഹ് നബിയുടെ കാലത്ത് ഒരു പാറയില്ലെന്ന് ഒട്ടകണ്ടായിട്ടില്ലേ? അങ്ങനെ ആ ഖബർ തുറന്നിട്ട് ഈ 2 സ്വഹാബിമാരെ അവരെ ഖബറടക്കണം. ആ സ്വപ്നത്തിൽ വന്ന് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു, ഇന്ന ഭാഗത്ത്, അതായത് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയൊരു ഭാഗമുണ്ട്, ആ ഭാഗത്താണ് ഞങ്ങളെ ഖബറടക്കേണ്ടത് എന്നുകൂടി ആ സ്വപ്നത്തിൽ പറഞ്ഞിരുന്നു അത്രേ. അങ്ങനെ അത് പ്രകാരം ഈ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ഖബറടക്കിയ ഭാഗം, ആ ഭാഗത്ത് 2 ഖബർ ഒരുക്കിയിട്ട് ഈ 2 സ്വഹാബിമാരെയും അവരെ ഖബറടക്കി. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഇപ്പോൾ ഈ കാണുന്നില്ല. ഇതൊക്കെ നമ്മൾ ഈ കാണുന്നത് ഈ ഒരു സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിടം അടങ്ങുന്ന ഭാഗത്തെ വീഡിയോ. അവിടെ വൃത്തിയിൽ അറബിയിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതെന്താണ് ഇതിൻ്റെ ചരിത്രം എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ ഖബറിടങ്ങളിലൊക്കെ മഖാമിലൊക്കെ പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ അവിടെ വൃത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ്. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ ആരാണ്? ആ ഒരു സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ആ ഒരു കിടങ്ങ് കയറുന്നൊരു സംഭവം ഉണ്ടായില്ലേ?
ഒരു കിടങ്ങ് കയറിയിട്ട് ആ കിടങ്ങ് കയറുന്ന സമയത്ത് ഹബീബായ നബിക്ക് പാറമ്മ തൻ്റെ മഴുകൊണ്ട് കൊത്തിയിട്ട് അത് മറ്റേ പാറ പൊട്ടിക്കാൻ കഴിയാത്തൊരു സന്ദർഭവും അന്ന് ആ നിമിഷങ്ങളിലൊക്കെ മുനാഫിക്കുകൾ ഹബീബായ നബി ഒരുപാട് പരിഹസിച്ചപ്പോൾ നബിയോടൊപ്പം ചേർന്ന് നിന്ന സ്വഹാബിയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വളരെ കുറഞ്ഞ ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നബിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ക്ഷണിച്ചു, സൽക്കരിച്ചു. ആകെ ഒരു ചെറിയ പത്തിരിയും കറിയും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നബി എല്ലാവരെയും കൂട്ടി അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് വന്നിട്ട് അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു ആകെ ഭയന്നു, എല്ലാവർക്കും കൊടുക്കാനുള്ളതില്ല. പക്ഷേ ഹബീബ നബിയുടെ കൈവച്ചതോടെ പത്തിരികളുടെ എണ്ണം എത്ര തിന്നിട്ടും നിലക്കുന്നില്ല. കറി കുറച്ച് കറി ഉണ്ടായിരുന്നുള്ളൂ, എത്ര എടുത്തിട്ടും അത് അവസാനിക്കുന്നില്ല. ഈ അത്ഭുതങ്ങളൊക്കെ ഇതൊക്കെ വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ ഈ പറയുന്നത് കേൾക്കുമ്പോഴും അവിശ്വസിക്കില്ല. അവർക്ക് ഇപ്പോഴുള്ള ചില മോഡേൺ വിശ്വാസികൾക്കാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ തട്ടിപ്പാടെന്ന് തോന്നുള്ളൂ. ഇതിൻ്റെ കയ്യിൽ മണ്ണിലലിയാത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞ് ഇതിനെക്കുറിച്ചിട്ട് ഒരു ഫീച്ചർ തന്നെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഹക്കായ കാര്യങ്ങളാണ്. ഇതൊക്കെ നാട്ടിൻപുറങ്ങളിൽ നമ്മൾ സാധാരണക്കാരാണെന്ന് കരുതിയിട്ട് മരണപ്പെട്ട് കഴിഞ്ഞിരുന്ന ചില ആളുകളൊക്കെ പല സാഹചര്യങ്ങൾ കൊണ്ട് ഖബറ് വീണ്ടും തുറന്നു നോക്കുമ്പോൾ 30-40 വർഷം കഴിഞ്ഞിട്ട് ആ ഖബറിലൊന്നും ഒരു പോറൽ പോലും ഏൽക്കാത്ത ആളുകളെ കണ്ടെത്തിയത് മാധ്യമങ്ങൾ, ഇന്നത്തെ മാധ്യമങ്ങളിൽ പോലും വന്നിട്ടുണ്ട്. ഇതൊക്കെ ഹക്ക്, ഇത് വിശ്വസിക്കാൻ നമ്മുടെ ഉള്ളിലൊരു ഹൃദയം വേണം, അവർക്കിത് മനസ്സിലാവും. എന്തായാലും ഇറാഖിൽ അന്നത്തെ ഭരണാധികാരിയുടെ ഈ ഒരു സംഭവം, ഈ സ്വപ്നം കാണലും, അതുകൊണ്ട് ആളുകൾ വന്നിട്ട് ഈ ഒരു ഖബറ് വീണ്ടും റീഓപ്പൺ ചെയ്തതും വീണ്ടും അത് ഖബറടക്കിയ സംഭവങ്ങളൊക്കെ ചരിത്ര പുസ്തകത്തിൽ ഇടം പിടിച്ചതാണ്. ഈ ചരിത്രങ്ങളൊക്കെ മുമ്പ് എവിടെന്നെങ്കിലുമൊക്കെ കേട്ട ആളുകളും താഴെ കമൻറ്റ് ചെയ്യണം. ഇതൊക്കെ ഹക്കായ കാര്യങ്ങളാണ്. അതെല്ലാം ഈ ഒരു വീഡിയോയിലൂടെയാണ് നിങ്ങൾ ആദ്യമായിട്ട് അറിയുന്നെങ്കിൽ ആ വിവരങ്ങളൊന്ന് പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ ഒരു സന്ദർശകനായിട്ട്, തീർത്ഥാടകനായിട്ട് അല്ലെങ്കിൽ സിയാറത്തിനൊക്കെ ആയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ പോയ ആളുകളുണ്ടെങ്കിൽ ആ സന്തോഷം കൂടി ഒന്ന് പങ്കുവെക്കാൻ മറക്കരുത്. അള്ളാഹുവിന് ഇതൊന്നും അത്ഭുതങ്ങളല്ല. ഹബീബായ നബിയോടുള്ള റഹ്മത്ത് നമ്മുടെ ഉള്ളിലുണ്ടോ? നബിക്ക് ഇത് അത്ഭുതങ്ങളാണോ? പിന്നെ എന്തിനാ നമ്മൾ പേടിക്കണം? എന്തിനാണ് നമ്മൾ ഓരോന്ന് കേൾക്കുമ്പോഴും നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിക്കുന്ന കാര്യം ഉണ്ടാവണില്ല എന്ന് കരുതിയിട്ടാണ് നമ്മളതിനെ അത്ഭുതമാണ്, നടക്കില്ല, അങ്ങനെ ഇങ്ങനെ. അള്ളാഹ്ക്ക് ഇതൊന്നും മിറാക്കിളല്ലല്ലോ. നമ്മുടെ കുഞ്ഞു ബുദ്ധിക്കല്ലേ ഇതൊക്കെ മിറാക്കിളായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് സയൻറ്റിഫിക്കലായിട്ട് പറയാം, അത് ആ ഭൂമിയുടെ പ്രത്യേകതയാണ്, ആ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. എന്തായാലും ഇത് ചരിത്രത്തിൽ ഉണ്ടായ സംഭവമാണ്. നമ്മുടെ കേരളത്തിലും പല അത്ഭുതങ്ങളും, അതായത് പല അനുഭവങ്ങളും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മയ്യത്ത് പല സന്ദർഭങ്ങളിൽ കുഴിച്ചെടുക്കേണ്ടി വന്നപ്പോൾ മയ്യത്തിനൊരു പോറലും ഏൽക്കാത്ത സംഭവങ്ങൾ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും നിങ്ങളുടെ നാട്ടിൽ അത്തരം ഇൻസിഡൻറ്റ്, നിങ്ങൾക്കറിയാവുന്ന ഇൻസിഡൻറ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യേ. എന്നിട്ട് ആ കമൻറ്റ് ആളുകൾ വായിക്കട്ടെ, എനിക്കും അറിയാൻ ഉപകരിക്കും. പറയാൻ കാരണമുണ്ട്, ഞാൻ ഇന്നലെ ഹംസ റളിയല്ലാഹുവിൻ്റെ ഖബർ ഇതുപോലെ തുറന്നിട്ട് അതിൽ കസ്തൂരിയുടെ സുഗന്ധം, അതൊരു കള്ള വാർത്തയാണ്. നമ്മൾ ഇന്നലെ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതൊരു വ്യാജ വീഡിയോ ആണ്. ആ വീഡിയോയിൽ കാണിച്ച ദൃശ്യങ്ങൾ പോലും അതല്ല, ഉഹദ് മലയോട് ചേർന്നിട്ടുള്ള ഹംസ റളിയല്ലാഹുവിൻ്റെ ഖബറിടെ അല്ല. അപ്പോൾ നമ്മൾ ഇന്നലെ ആ വീഡിയോ പറഞ്ഞു, ചിലരൊക്കെ വീഡിയോ മുഴുവൻ കാണാതെ ഭയങ്കര കമൻറ്റ്, നീ കള്ളത്തരം. അപ്പോൾ ഒരു കള്ളത്തരം ഞാൻ തുറന്നു കാട്ടില്ലേ ചെയ്തത്. പിന്നെ അങ്ങനത്തെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അള്ളാനെ വിശ്വാസമുള്ള ഒരാൾക്ക്, അള്ളാഹുവിന് ഇതൊന്നും എന്തല്ല ഒരു അത്ഭുതകരമായ ഒരു കാര്യമല്ല. പടച്ച റബ്ബിന് നിഷ്പ്രയാസം കുൻ ഫയക്കൂൻ, ഇതല്ലേ നമ്മുടെ വിശ്വാസം. നമ്മൾ സൂറത്ത് യാസീൻ നമ്മൾ ഓതുന്നതല്ലേ, ഉണ്ടാവുമെന്ന് പറയുന്നേ വേണ്ടല്ലോ അള്ളാഹ്ക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ കുൻ ഫയക്കൂൻ. അപ്പം അങ്ങനത്തെ അള്ളാഹ്ക്ക് അവരുടെ മയ്യത്തിനൊരു കുഴപ്പവും ഇല്ലാതെ വീണ്ടും ഖബറടക്കാനുള്ള സംവിധാനം ഉണ്ടാവുക, അതൊരു അത്ഭുതമാണോ? ഹബീബ നബിയുടെ റൗള ഷെരീഫിൽ ഒരിക്കൽ ഖബറിടം തുറക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടായ ചരിത്രത്തിലുണ്ട്. പള്ളിക്ക് തീ പിടിച്ചിട്ട് അന്ന് 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവിടേക്ക് ആ ഖബറിടത്തിലേക്ക് ഒരാൾ ഇറങ്ങിയത്. അന്ന് അവിടെ നിന്ന് വല്ലാത്ത സുഗന്ധമുണ്ടായത് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം. വല്ലാത്ത സുഗന്ധം, ആ ഖബറിടക്ക മണ്ണ് ഇളകിക്കിടക്കുന്ന സന്ദർഭം. അങ്ങനെ എന്തൊക്കെ അത്ഭുതങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ ഞാൻ വേറെ വലിയ പറഞ്ഞത് കൊണ്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ഖബർ പൂജയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ഒരുപാട് പ്രവാചകന്മാരുടെ ഖബറുകൾ ഇസ്രയേലിലും പലസ്തീനിലും പല ലോകരാജ്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഈമാന്, നിങ്ങൾ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചിട്ടാണ് ഈമാന് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ യുക്തിനെയും ബുദ്ധിനെയും അളക്കരുത്. പ്രണയവും ഈമാനും വിശ്വാസവും എന്നുള്ളത് ഹൃദയം കൊണ്ടുണ്ടാവുന്നതാണ്. ഒരാളോടുള്ള പ്രണയം ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ടുണ്ടാവുന്നത് പ്രണയമല്ല. ഒരു വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ബുദ്ധി യുക്തി നോക്കിയിട്ടാണ് ഉണ്ടാവുന്നത്. അത് നമ്മുടെ കൽബിലുണ്ടാവണം. അതായത് നമ്മുടെ കൽബിനൊരു ദാഹമുണ്ട്, നമ്മുടെ ബുദ്ധിക്കൊരു ദാഹമുണ്ട്. ഈ 2 ദാഹം തീർക്കുന്നതായിരിക്കണം നമ്മുടെ അറിവ് എന്നുള്ളതാണ്. കൽബിൻ്റെ ദാഹം വിശ്വാസമാണ്. ചില ആളുകൾക്ക് പ്രണയമാണ്. ആ പ്രണയം മനുഷ്യരോട് പ്രണയിക്കുന്നതിന് പകരം പടച്ചവനോടാണ് പ്രണയം വേണ്ടത്. പിന്നെ ബുദ്ധിയുടെ ദാഹമുണ്ട്. ബുദ്ധിയുടെ ദാഹം എന്നുള്ള അറിവാണ്, നോളഡ്ജ്, നമുക്കൊരു ഡാറ്റാസ്. അതിനപ്പുറം അതൊരു വിശുദ്ധമായിട്ടും മാരിഫത്തായിട്ടും ഒരു ബ്രഹ്മജ്ഞാനമായിട്ടും മാറണം എന്നുള്ളതാണ്. ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.